ഞാൻ അല്പം മുമ്പ് വെപ്പണൈസേഷൻ ഓഫ് ഡേറ്റയെ പറ്റി പറഞ്ഞു. ഡേറ്റ ഏറ്റവും സുപ്രധാനമായതുകൊണ്ട് തന്നെ അതിലേറ്റവും വലുതെന്ന് പറഞ്ഞ ആരോഗ്യ ഡേറ്റയാണ്. ഞാൻ പ്രതിപക്ഷ നേതാവായിരുന്നപ്പോൾ സ്പ്ലിങ്കർ എന്ന് പറയുന്ന ഒരു കമ്പനിക്കെതിരായി നടത്തിയ ഒരു പോരാട്ടം നിങ്ങൾക്ക് ഓർമ്മയുണ്ടാകും. ഞാനത് ഗവൺമെൻറ്റിനെതിരായി പറഞ്ഞ കാര്യം മാത്രമല്ല, കേരളത്തിലെ ജനങ്ങളുടെ ആരോഗ്യ രഹസ്യങ്ങൾ പുട്ടുസ്വാമി, സുപ്രീം കോടതിയിലെ പുട്ടുസ്വാമി കേസിനകത്ത് ഏറ്റവും പ്രധാനമായി പറയുന്നത് നമ്മുടെ ആരോഗ്യ രഹസ്യങ്ങൾ ഏറ്റവും പ്രധാനപ്പെട്ട ഡേറ്റയാണത്. വേറെ നമ്മുടെ കൺസെൻ്റ് ഇല്ലാതെ അത് ഷെയർ ചെയ്യരുത് എന്നുള്ളതാണ്. എൻ്റെ ആരോഗ്യ ഡേറ്റ ഞാൻ മാത്രമേ അറിയാൻ പാടുള്ളൂ. എൻ്റെ കൺസെൻ്റ് ഉള്ളതുകൊണ്ട് വേണേൽ ഞങ്ങൾക്ക് പി കെ രാജശേഖരനോട് വേണമെങ്കിൽ എനിക്ക് കൈമാറാം. ഞാനറിയാതെ എൻ്റെ ആരോഗ്യ രഹസ്യങ്ങൾ സ്പ്ലിങ്കർ എന്ന് പറയുന്ന ഒരു കമ്പനിക്ക് കൊടുത്താൽ അവർക്കുള്ള ഗുണമെന്താണ്? അവർ ഈ ഡേറ്റകൾ മുഴുവൻ, എന്നെപ്പോലുള്ള ആളുകളുടെ മുഴുവൻ ഡേറ്റകൾ സമാഹരിച്ച് അനലൈസ് ചെയ്ത് ലോകത്തിലെ ഏറ്റവും വലിയ ഫാർമസ്യൂട്ടിക്കൽ കമ്പനി ഭീമന്മാർക്ക് കൈമാറിയാൽ കേരളത്തിൽ ഏറ്റവും ആവശ്യമായ ഡ്രഗ്സ് എന്താണെന്ന് അവർക്ക് അറിയാൻ പറ്റും. ആ ഡ്രഗ്സ് നിർമ്മിച്ച് കേരളത്തിലെ ജനങ്ങളുടെ ഇടയിൽ അത് വിറ്റ് വലിയ തോതിലുള്ള സാമ്പത്തിക നേട്ടമുണ്ടാക്കാൻ അവർ കഴിയുന്നു. ഇതൊരു ഉദാഹരണം മാത്രമാണ്. കോവിഡ് കാലത്തെ ആരോഗ്യ ഡേറ്റകൾ കൊടുത്തതിൻ്റെ ഒരു ഉദാഹരണം മാത്രമാണ്. ഇതുപോലെയാണ് ലോകത്ത് നടക്കുന്ന ഓരോ കാര്യങ്ങളും. ഇന്ത്യയിൽ മാത്രം ഏതാണ്ട് 97 കോടി രജിസ്ട്രേഡ് വോട്ടർമാരുണ്ട്. ഇത്രയും പേരുടെ ഡേറ്റ കളക്ട് ചെയ്ത് അവരുടെ ഓരോരുത്തരുടെയും അഭിരുചിക്കനുസരിച്ചുള്ള അജണ്ട തയ്യാറാക്കൽ എന്നത് മനുഷ്യസാധ്യമല്ല. വളരെ ബുദ്ധിമുട്ടുള്ള കാര്യമാണ്, വലിയ പ്രയാസമുള്ള കാര്യമാണ്. ഇവിടെയാണ് നിർമ്മിത ബുദ്ധി പ്രയോജനപ്പെടുന്നത്. ഡേറ്റ ശേഖരം കൊണ്ട് ഓരോ മനുഷ്യനെയും ഡിജിറ്റലായി പുനർനിർമ്മിക്കലും ഓരോരുത്തർക്കും അജണ്ടയ്ക്കനുസരിച്ചുള്ള സന്ദേശങ്ങൾ നിർമ്മിക്കലും നിർമ്മിതി ബുദ്ധിയുടെ പണിയായിരിക്കും. അവരത് ചെയ്യുമ്പോഴുണ്ടാകുന്ന അതനുസരിച്ച് അവർ അനലൈസ് ചെയ്യപ്പെടും. ഉദാഹരണമായി ഏതെങ്കിലും ഒരു പ്രത്യേക മതവിഭാഗത്തോട് എതിർപ്പുള്ളവർക്ക് അവർക്ക് ആവശ്യമായ സന്ദേശങ്ങൾ ഇതുവഴി അവർക്ക് നൽകാൻ കഴിയും. മാനിപ്പുലേറ്റഡ് ആൻഡ് ഡിസ്റ്റോർട്ടഡ് ഹിസ്റ്റോറിക്കൽ ഇവൻറ്റ്സ് ആവശ്യമുള്ളവർക്ക് മാത്രമായി പകർന്നു കൊടുക്കാൻ കഴിയും. അപ്പോൾ ഇത് ഓരോരുത്തർക്കും വേണ്ടത് അവരുടെ അരികിൽ മാത്രം എത്താൻ കഴിയത്തക്ക നിലയിൽ നിർമ്മിത ബുദ്ധി ഫലപ്രദമായി പ്രയോജനപ്പെടുത്തിയാൽ യഥാർത്ഥ വസ്തുതകൾ അവരുടെ മുമ്പിൽ എത്താതിരിക്കും. അതാണ് അപകടം. യഥാർത്ഥത്തിലുള്ള വസ്തുതകൾ എത്താതെ നമുക്ക് ആവശ്യമായി ചെയ്യുന്ന ആളുകളുടെ ആവശ്യാനുസരണമുള്ള വസ്തുതകൾ മാത്രം മനുഷ്യരിൽ എത്തുന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമെന്ന് പറയുന്നത്. അപ്പോൾ ഒരു ജനതയുടെ വോട്ടിംഗ് പാറ്റേണുകൾ, അവരുടെ ചിന്താരീതികൾ ഒക്കെ നിർമ്മിതി ബുദ്ധി വഴി തങ്ങൾക്കനുസൃതമായി രൂപപ്പെടുത്താനും ജനാധിപത്യത്തെയും ജനാധിപത്യ മൂല്യങ്ങളെയും അട്ടിമറിക്കാനും കഴിയുന്നു എന്നുള്ള ഭയപ്പാടോടുകൂടിയാണ് പുതിയ രീതികളെ നമ്മൾ സമീപിക്കുന്നത്. പാവപ്പെട്ടവനും പണക്കാരനുമെന്നുള്ള അന്തരം നിർമ്മിത ബുദ്ധി വലുതാക്കുകയാണ്. മനുഷ്യ ജോലികൾ നിർമ്മിതി ബുദ്ധി ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് ഏറ്റെടുത്താൽ പിന്നെ മനുഷ്യനെവിടെ പോകും? അവൻ്റെ ജോലി മുഴുവൻ നഷ്ടപ്പെടാൻ പോകുന്നു. അവൻ എന്ത് ചെയ്യും? അതോടൊപ്പം തന്നെ ഈ നിർമ്മിതി ബുദ്ധി എന്ത് ചെയ്യുന്നു? പുതിയ ഐക്കണുകളെ സൃഷ്ടിക്കുകയാണ്. നമ്മൾ മഹാത്മാഗാന്ധിയെ, മാർട്ടിൻ ലൂതർ കിങ്ങിനെ ഐക്കണുകളായി നമ്മളെ വിലയിരുത്തുകയും ഉയർത്തിപ്പിടിക്കുകയും ചെയ്യുന്നുണ്ട്. നാളെ ഈ ഐക്കണുകൾക്ക് പകരം ഇവർ ചെയ്യാൻ പോകുന്നത് സ്റ്റീവ് ജോബ്സും ഇലോൺ മസ്കുമൊക്കെ പുതിയ അവതാരങ്ങളായി ഇവർ ഉയർത്തിക്കാട്ടുന്ന കാലം വിദൂരമല്ല എന്നാണ് വിലയിരുത്തപ്പെടുന്നത്. അതുകൊണ്ട് ടെക്നോളജി നമുക്ക് ഒരേ സമയം എനേബിളറും ഡിസ്ട്രോയറുമാകാം. അത് ഫ്ലെക്സിബിളായി നിർമ്മിക്കുന്ന ഒന്നാണ്. ആരുടെ കയ്യിലാണോ ടെക്നോളജിയുടെ കടിഞ്ഞാൻ അവർക്ക് ലോകത്തെ തന്നെ നിയന്ത്രിക്കാൻ കഴിയുന്ന ഒരു തരത്തിലേക്കാണ് കാര്യങ്ങൾ പോകുന്നത്. അപ്പം മാറുന്ന ലോകവും മാറുന്ന രാഷ്ട്രീയവും ഇതിനനുസരിച്ച് രൂപപ്പെടാൻ പോകുന്നു എന്നത് ഗൗരവത്തോടെ മനുഷ്യ സമൂഹം കാണേണ്ട ഒരു കാര്യമാണ്. അപ്പോൾ ഇതിനെതിരായിട്ടുള്ള പോരാട്ടങ്ങൾ രാജ്യത്ത് ആവശ്യമാണ്. തുല്യതയ്ക്ക് വേണ്ടി, മനുഷ്യാവകാശങ്ങൾക്ക് വേണ്ടി, ജനാധിപത്യ അവകാശങ്ങൾക്ക് വേണ്ടി മനുഷ്യ സമൂഹം നടത്തിയ പോരാട്ടങ്ങളുടെ കഥകളാണ് ഓരോ രാജ്യത്തും നമുക്ക് കാണാൻ കഴിയുന്നത്. അധികാരത്തിന് വേണ്ടി മാത്രമല്ല, ജീവിക്കാൻ വേണ്ടിയുള്ള അവകാശങ്ങൾക്ക് വേണ്ടിയാണ് ലോകത്തെമ്പാടും
പോരാട്ടങ്ങൾ നടന്നിട്ടുള്ളത്. ആ പോരാട്ടങ്ങളെ നിഷ്പ്രഭമാക്കത്തക്ക നിലയിൽ മാറുന്ന ലോകത്ത് നിർമ്മിതി ബുദ്ധിയും മറ്റ് ടെക്നോളജിയും പ്രയോജനപ്പെടുത്തിക്കൊണ്ട് അധികാരം കൈയാളാൻ ശ്രമിക്കുന്ന ഒരുപിടി ആളുകളുടെ കൈകളിലേക്ക്, ശതകോടീശ്വരന്മാരുടെ കൈകളിലേക്ക് ലോകത്തിൻ്റെ ഭരണക്രമത്തെ എത്തിയാൽ ഉണ്ടാകുന്ന അപകടത്തെപ്പറ്റി നമ്മൾ ഗൗരവമായി ആലോചിക്കണം. ഇന്ത്യയിലും ഇത് സംഭവിക്കുന്നു എന്നുള്ളത് നമ്മൾ കാണാതെ കടന്നു പോകരുത്.